ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായി ജിമ്മിൽ പോകുന്നവർ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ജിമ്മിൽ പോകുക എന്നത് ഇപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. ഇന്നത്തെ യുവത്വം ശരീര സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ പ്രത്യേക താല്പര്യം കാണിക്കുന്നവരാണ്. ശരീര സൗന്ദര്യവും ആരോഗ്യവും ലക്ഷ്യം വെച്ച് ജിമ്മിൽ പോകുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. അതേസമയം ജീവിതശൈലിയിൽ വരുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനും ഭാവിയിൽ രോഗം വരാതിരിക്കാനും ജിമ്മിൽ പോകുന്നവരും കുറവല്ല. സംഗതി ഏതായാലും ജിമ്മിൽ പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജിമ്മിൽ പോകും മുമ്പ് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പോഷകാഹാര കുറവുകൾ ഉണ്ടോ എന്ന് അറിഞ്ഞിരിക്കുക. ഉദാഹരണത്തിന് വിറ്റാമിൻ ഡിയുടെയോ കാൽസ്യത്തിന്റെയോ കുറവുള്ളവർക്ക് പെട്ടെന്നുള്ള വർക്കൗട്ട് പ്രതിരോധ ശേഷി കുറയാനോ ഒടിവുകൾ സംഭവിക്കാനോ കാരണമായേക്കാം. മഗ്നീഷ്യത്തിന്റെ കുറവുള്ളവർക്ക് കൈകാൽ വേദന ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം ജിമ്മിൽ പോകുന്നതിന് മുൻപ് തന്നെ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യത്തിന് അത്യാവശ്യവുമാണ്. എന്തു കഴിക്കണം എന്നത് ജിമ്മിൽ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും ഭക്ഷണം വാരിക്കോരി കഴിക്കാനുള്ള ലൈസൻസ് ആണ് ജിമ്മിൽ പോക്ക് എന്ന് കരുതിയെങ്കിൽ തെറ്റി. ആരോഗ്യ പ്രശ്നങ്ങളുടെ വലിയൊരു കാരണം നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ്. കൃത്യമായ വ്യായാമങ്ങൾക്കൊപ്പം ആരോഗ്യകരമായ ഭക്ഷണ രീതികളും ശീലമാക്കാതെ നിങ്ങളുടെ ആരോഗ്യം സുരക്ഷിതമാണെന്ന് കരുതരുത്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവ ധാരാളം അടങ്ങിയ ആഹാരമാണ് വർക്കൗട്ട് ആരംഭിച്ചാൽ കൂടുതലായും കഴിക്കേണ്ടത്. പഴങ്ങൾ, പീനട്ട് ബട്ടർ, തൈര്, വേവിച്ച ഉരുളക്കിഴങ്ങ്, നട്ട്സ് തുടങ്ങിയവ ജിമ്മിലെ തുടക്കക്കാർ ഉറപ്പായും കഴിക്കേണ്ട ഭക്ഷണ സാധനങ്ങളാണ്. മറ്റു വ്യായാമങ്ങൾ ഒന്നും ചെയ്യാതിരുന്ന് പെട്ടെന്നൊരു നാൾ കഠിനമായ വ്യായാമങ്ങൾ ആരംഭിക്കുമ്പോൾ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുക എന്നത് വളരെ പ്രധാനമാണ്. അതിനാൽ എന്തും എങ്ങനെയും കഴിക്കുക എന്ന് അർത്ഥമില്ല. ജങ്ക് ഫുഡുകളും അമിത കൊഴുപ്പടങ്ങിയ ഭക്ഷണ സാധനങ്ങളും എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവവും ഉപേക്ഷിച്ച് ജിമ്മിൽ പോയി തുടങ്ങിയാൽ മതി. ശരീരത്തിന് വെള്ളത്തിന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വെള്ളം കുടിയും വ്യായാമവും തമ്മിൽ എന്ത് ബന്ധമെന്നും ചോദിക്കരുത്. ശരീരത്തിൽ ആവശ്യമായ ജലാംശം ഇല്ലാതെ വരുമ്പോൾ ശരീരം തളരാൻ തുടങ്ങും. ആ സമയത്ത് എന്ത് ചെയ്താലും ഫലം വിപരീതമായിരിക്കും. ജിമ്മിൽ വ്യായാമം തുടങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപെങ്കിലും നന്നായി വെള്ളം കുടിക്കണം. നന്നായി വിയർക്കുന്ന ഒരാൾ കുറഞ്ഞത് 500 മുതൽ 600 മില്ലിമീറ്റർ വെള്ളമെങ്കിലും കുടിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. വെള്ളം കുടിച്ച ശേഷവും വ്യായാമം കഴിഞ്ഞ ശേഷവും നിങ്ങളുടെ ആരോഗ്യം അളക്കുന്നത് നല്ലതാണ്. ഇതുവഴി എത്രത്തോളം ജലാംശം നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമാണെന്ന് കണ്ടെത്താം. ജിമ്മിലെത്തിയ പാടെ എല്ലാ വ്യായാമങ്ങളും എടുത്ത് പെട്ടെന്ന് തന്നെ മസിൽ പിടിപ്പിക്കണമെന്ന ഉദ്ദേശമുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. എല്ലാ വ്യായാമങ്ങളും ഒറ്റയടിക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് ഫിറ്റ്നസ് നേടാമെന്ന ചിന്ത നിങ്ങളെയും നിങ്ങളുടെ ആരോഗ്യത്തെയും തകർത്ത് കളയും. ഒരു ജിം സെന്ററിൽ പലതരത്തിലുള്ള വ്യായാമങ്ങൾ പരിശീലിപ്പിക്കുന്നുണ്ടാകും. അതൊക്കെയും ഒരാൾക്ക് ചെയ്യാനുള്ളതല്ല എന്ന ഓർമ്മ എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ്. നിങ്ങളുടെ ആവശ്യം എന്തൊക്കെയാണെന്ന് കൃത്യമായി ട്രെയിനറെ അറിയിക്കുക. അമിതഭാരം കുറയ്ക്കാനാണോ, അരക്കെട്ടിന്റെ വണ്ണം കുറയ്ക്കാനാണോ, പേശികൾക്ക് ഉറപ്പ് ലഭിക്കാനാണോ, അതോ കൈകാലുകൾക്ക് ബലം ലഭിക്കാനാണോ, ഇനി അതുമല്ലെങ്കിൽ ആരോഗ്യകരമായ ദിനചര്യയുടെ ഭാഗമാണോ ജിമ്മിൽ പോക്ക് എന്ന് ആദ്യം തന്നെ വ്യക്തമായി പറയുക. നിങ്ങളുടെ ആവശ്യം എന്താണോ അത് കൃത്യമായി അറിയിച്ച ശേഷം അതിനു വേണ്ടിയുള്ള വ്യായാമങ്ങൾ മാത്രം ശീലമാക്കുക. നമ്മളിൽ പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കൂടുതൽ വ്യായാമം ചെയ്താൽ കൂടുതൽ ഫലം ലഭിക്കുമെന്നത്. എന്നാൽ ആ ധാരണ ശരിയല്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. നിങ്ങളുടെ ശരീരത്തിന് താങ്ങാവുന്നതിലും അധികം വ്യായാമം ചെയ്താൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പേശികളിലെയും സന്ധികളിലെയും ബലക്ഷയത്തിനും പൊട്ടലിനും ഇത് വഴിവെക്കാൻ സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ ശരീരം തളർന്നു പോകാൻ തന്നെ ഇത് കാരണമായി തീരും. അതിനാൽ അമിത വ്യായാമം ചെയ്ത് കൂടുതൽ മസിൽ പിടിപ്പിക്കാമെന്ന ഉദ്ദേശമുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് ജിമ്മിൽ പോയി തുടങ്ങിക്കോളൂ. മേലെ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ധാരണ ആദ്യം തന്നെ ഉണ്ടാക്കുക. എന്നിട്ട് ജിമ്മിൽ പോയി തുടങ്ങും. നിങ്ങളുടെ ശരീര സൗന്ദര്യത്തെ പോലെ തന്നെ പ്രാധാന്യം നിങ്ങളുടെ ആരോഗ്യത്തിനും നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ആവശ്യമായ പരിശീലനം അറിവുള്ള പരിശീലകരുടെ അടുക്കൽ നിന്ന് നേടുന്നതാണ് നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.